നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലെന്താ? എല്ലാരും ഒന്ന് പുറത്തേക്ക് വാ, ഞാൻ പറഞ്ഞുതരാം. ആരവിന്റെ കാലിന്റെ റിയാലിറ്റി എന്താന്ന് ദേ ഈ ഫോണിലുണ്ടാ. നീ എന്തോ ഒളിക്യാമറ വെച്ചോ? ആരവിനെ കുറിച്ചുള്ള എന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാനാ ഈ ഫോണിലെ ക്യാമറ ഓണാക്കി വെച്ച് ഞാൻ പുറത്തു പോയത്. അവന്റെ കാലിന്റെ പരിക്ക് അവൻ പറഞ്ഞ പോലെ സീരിയസ് ആണെന്ന് നമുക്കറിയണ്ടേ? അവനറിയാതെ അവന്റെ വീഡിയോ നമ്മൾ എടുത്തത് അവന് ഫീൽ ചെയ്യോ? ഷൈനി അവന്റെ വീഡിയോ ക്യാമറയിലാക്കിയ കാര്യം അവനറിയില്ലല്ലോ. അതെ, നമുക്കറിയാലോ. നീ ആ വിഷ്വൽസ് ഒന്ന് ഓപ്പൺ ചെയ്തേ, കാണാലോ. പെട്ടെന്ന് പെട്ടെന്ന്. ഒരു കുഴപ്പമില്ല. അപ്പൊ ഇപ്പോഴും കാലുവേദന ഉണ്ടെന്ന് പറയുന്നത് ഇവന്റെ ആക്ടിങ് അല്ലേ? നോക്ക്, ഈ പെണ്ണിന് ഏത് നേരം വല്ലതും തിന്നുന്നതിനെ പറ്റിയ വിചാരമുള്ളൂ. ഇങ്ങനെ തിന്നു വലിയൊരു വീപ്പക്കുറ്റി പോലെ ആയാ ആരെങ്കിലും ഉള്ള കെട്ടിക്കൊണ്ട് പോവൂ. നിന്നെ ബോഡി ഷേം ചെയ്യലടാ, കാണിച്ചരാ ഞാൻ. അവൻ പറഞ്ഞത് സത്യല്ലേ? അത് നീ എന്തിനാ ചൂടാവുന്നു? അവള് വലിയ മജീഷ്യനാണെന്നാ വിചാരം. ഒരു പുണ്ണാക്കും അറിയില്ല. ഇവളുടെ മാജിക്ക് ഇത് കൊച്ചു പിള്ളേരും ചെയ്യും. ഫുൾ തട്ടിപ്പ്. നിനക്കുള്ളത് കിട്ടിയല്ലോ. എന്റെ പാന്റ് ഇതാ സോഡ കുപ്പിയുടെ പാൻറ്റല്ലേ? അവളുടെ നടപ്പ് കണ്ട CBI ജോലി കിട്ടിയെന്ന വിചാരം. അതിനൊക്കെ തലയിൽ ആള് താമസം വേണ്ടേ? നീ എന്താ പറഞ്ഞേ? ആ, നീ അടുത്തത് ഭക്തി തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായ വേറൊരു സാധനം. എന്നെ പറ്റിയാണല്ലോ പറയുന്നത്. കറക്റ്റ്, നിന്നെ പറ്റി തന്നെയാ പറയുന്നത്. ഭക്തി തലയ്ക്ക് പിടിച്ച് ഒടുവിൽ കിളി പോയി നടക്കും. ആവശ്യമില്ലാത്ത ഡിസിപ്ലിനും കൊണ്ട് നടക്കുക. ഒരു കാര്യമില്ല. നീ ആള് കൊള്ളാലോടാ. നിനക്കിട്ടേ ഞാൻ തോരാം. നിങ്ങളെ എല്ലാം വിലയിരുത്തി, പക്ഷെ എന്നെ അവന് പേടിയാ. അതുകൊണ്ടാ എന്നെ പറ്റി ഒന്നും പറയാതിരുന്നേ. നിന്റെ പഞ്ചിങ് ബാഗ്. ഇവള് വലിയ ബോക്സറാണെന്ന വിചാരം. ചുമ്മാ ഷോ ആണെന്നേ ആളെ പേടിപ്പിക്കും. കട്ടിയടി. അവൻ ഇത്രയും നാളെ നമ്മുടെ തന്നില് ജീവിച്ചിട്ടെ ഇപ്പൊ നമ്മളെ പറ്റി പറയുന്ന കേട്ടില്ലേ? എല്ലാം ഇവന്റെ ആക്ടിങ് ആണല്ലോ. ഫുൾ ആക്ടിങ്. ഇവ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇവന്റെ കള്ളം പൊളിച്ചെടുക്കണ്ടേ? കറക്റ്റ്. വാ. നിന്റെ കാലിന് നല്ല വേദന ഉണ്ടല്ലേ? നല്ല വേദന. കഷ്ടം. ഇവരെന്തുമാത്രം വേദനയായിരിക്കും സഹിക്കുന്നേ. അതെ അതെ, മേഘയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്റെ വേദന. വേദന മാത്രമല്ലടാ, എല്ലാം മനസ്സിലാവുന്നുണ്ട്. വേദന ഉണ്ടെങ്കിൽ എന്തിനാ നിന്റെ കാലിലെ ബാൻഡേജ് അഴിച്ചു കളഞ്ഞ്? അത് ഈ വേദന സഹിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ ബാൻഡേജ് അഴിച്ചു കളഞ്ഞത്. ഈ വേദന ഉടനെ ഒന്നും മാറില്ലെന്ന് തോന്നുന്നു, അല്ലേ ആരവേ? അതെ അതെ, ഈ വേദന ഉടനെ കുറയുന്ന തോന്നില്ല. രണ്ടുപേരുടെ തോളി പിടിച്ചല്ലാതെ നടക്കാൻ കൂടി പറ്റാത്തത്ര വേദനയാണല്ലേ? ആരവേ, എപ്പോഴും ഇങ്ങനെ ഒരിടത്തിരുന്ന വേദന കൂടും. ഇടയ്ക്കൊക്കെ എഴുന്നേറ്റൊന്ന് നടന്നാൽ എന്താ? അയ്യോ, നടക്കാൻ രണ്ടുപേരുടെയെങ്കിലും സഹായം വേണ്ടി വരും. എന്നാലേ ആരുടെ സഹായം ഇല്ലാതെ നിനക്ക് നടക്കാം. അയ്യോ, അതൊന്നും പറ്റില്ല. ആദ്യമേ നീ അതൊന്ന് കാണ്. നടക്കാൻ പറ്റില്ല എന്നത് കഴിഞ്ഞിട്ട് പറയാം. ശൈലി,